സൂര്യചന്ദ്ര അവസാന ഭാഗം. അതെ, കാരണം നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത് ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടില്ല, ഗായത്രി ദേവി പറഞ്ഞു. രാത്രിയുടെ അവസാനം ശിവ സൂര്യയുടെ അടുത്തിരുന്നു. ഇനി നമുക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല, അവൾ പറഞ്ഞു. അതെ, ഇതിനി കേസല്ല, യുദ്ധമാണ്. മറ്റേ വശത്ത് ചന്ദ്ര രുദ്രനെ നോക്കി. നമ്മള് ജയിക്കുവോ? രുദ്ര ചെറുതായി ചിരിച്ചു. നമ്മൾ ഓൾറെഡി അവരുടെ പ്ലാനെല്ലാം തകർത്തു കഴിഞ്ഞു. ഇനി അവർ ഭയക്കും നമ്മളെ, രുദ്ര പറഞ്ഞു. ഒരു കൺട്രോൾ റൂം. സ്ക്രീനിൽ സ്നൈപ്പർ മിഷൻ ഫെയിൽഡ്. ഒരു സ്ത്രീ കോപത്തോടെ ഗ്ലാസ് അടച്ചു. ഗായത്രി സ്റ്റാർട്ടഡ് ടോക്കിംഗ്. അവൾ ശാന്തമായി പറഞ്ഞു. ഫേസ് 2 തുടങ്ങൂ. സ്ക്രീനിൽ പുതിയൊരു ടാർഗറ്റ് തെളിഞ്ഞു. ടാർഗറ്റ് ചന്ദ്ര. രുദ്ര ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ശബ്ദം വളരെ താഴ്ത്തിയാണ് സംസാരിക്കുന്നത്. ആസ്ട്ര ഡയറക്ടർ സിറ്റിയിൽ തന്നെയാണോ ഉള്ളത് എന്ന്. മറുവശത്ത് മറുപടി അപ്പോൾ തന്നെ വന്നു. യെസ് സർ. പ്രൈവറ്റ് മൂവ്മെന്റ്. ഒഫീഷ്യൽ റെക്കോർഡ്സിൽ ഇല്ല. രുദ്രന്റെ കണ്ണുകൾ കുറുകി. അവൻ ഫോൺ ഓഫ് ചെയ്തു. തിരിയാൻ പോയപ്പോഴാണ് പിന്നിൽ ശിവ നിൽക്കുന്നത് കണ്ടത്. നീ എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ രുദ്ര, ശിവ ചോദിച്ചതും രുദ്ര ആദ്യം ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി. അതെ, രുദ്ര പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട സമയം വന്നിരിക്കുന്നു. രുദ്ര പുറത്തേക്ക് നോക്കി നിന്നു. പിന്നെ പഴയ ഒരു രഹസ്യം പറയാൻ തുടങ്ങി. 5 മാസം മുമ്പ് അസ്ട്ര കേസിൽ ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ലീഡ് ഓഫീസർ ഞാനായിരുന്നു. അത് പറഞ്ഞതും ശിവയുടെ കണ്ണുകൾ വിടർന്നു. അവൻ വിടർന്ന കണ്ണുകളോടെ രുദ്രനെ നോക്കി. അപ്പോൾ നീ മുമ്പ് ഇവരെ അന്വേഷിച്ചിരുന്നോ? ശിവ ചോദിച്ചു. രുദ്ര തല കുലുക്കി. അതെ, ഞാൻ ഈ കേസ് അന്വേഷിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അന്വേഷിച്ചത് മറ്റൊരു കേസായിരുന്നു. അത് പക്ഷേ ഒഫീഷ്യൽ അല്ല. പക്ഷേ ഓപ്പറേഷൻ ഫെയിലായി. എന്റെ പാർട്ട്ണർ IPS ഓഫീസർ ആരവ് മേനോൻ കൊല്ലപ്പെട്ടു. അവനെ കൊല്ലാൻ ഓർഡർ നൽകിയ ആളാണ് ആസ്ട്ര ഡയറക്ടർ. നീ അവളെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഒരിക്കൽ മാത്രം. ഫ്ലാഷ് ബാക്ക്. ഇരുണ്ട കോൺഫറൻസ് ഹാള്. ഒരു സ്ത്രീ പിൻവശം മാത്രം കാണാം. ശബ്ദം ശാന്തം, പക്ഷേ ഭീഷണിയോടെ. ട്രൂത്ത് ഈസ് എക്സ്പെൻസീവ് ഓഫീസർ. ഗൺ ഷോട്ട്. ഉടൻ ആ സ്ത്രീ നടന്നകന്നു. മുഖം വ്യക്തമായി കാണാതെ പോയി. അന്ന് അവളൊരു മനുഷ്യ സ്ത്രീ മാത്രമല്ല, അവളൊരു നെറ്റ്വർക്കാണ്, രുദ്ര പറഞ്ഞു. അതേസമയം മറ്റൊരിടത്ത് ലക്ഷറി പെൻ ഹൗസ്. വലിയ ഗ്ലാസ് വിൻഡോകൾ. നഗരത്തിന്റെ ലൈറ്റുകൾ താഴെ. ഒരു സ്ത്രീ വൈൻ ഗ്ലാസ് പിടിച്ചു നിൽക്കുന്നു. മുഖം പതുക്കെ തിരിഞ്ഞു. തണുത്ത കണ്ണുകൾ. ശാന്തമായ പുഞ്ചിരി. അസ്ട്ര ഡയറക്ടർ അനന്യ വർമ്മ. ഫേസ് 2, അവൾ പറഞ്ഞു. അവളുടെ മുന്നിലെ സ്ക്രീനിൽ ചന്ദ്രയുടെ ഫോട്ടോ. ഇമോഷണൽ ആണ് അവരുടെ വീക്ക്നെസ്. കിഡ്നാപ്പ് പ്ലാൻ. അനന്യയുടെ അസിസ്റ്റന്റ് റിപ്പോർട്ട് നൽകി. ടാർഗറ്റ് റൊട്ടീൻ ഐഡന്റിഫൈഡ്. മോർണിംഗ് കോളേജിൽ പോകും. അവൾ ചിരിച്ചു. അറ്റാക്കില്ല ബോസ്. ട്രസ്റ്റ് ഉപയോഗിക്കുക. സ്ക്രീനിൽ പുതിയ ID തെളിഞ്ഞു. പോലീസ് എസ്കോർട്ട്. ഫേക്ക് ഓതറൈസേഷൻ. അടുത്ത ദിവസം രാവിലെ ചന്ദ്ര കോളേജിലേക്ക് ഇറങ്ങി. ഇവരും ശിവയും സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ തിരക്കിലായിരുന്നു. ഒരു പോലീസ് ജീപ്പ് എത്തി. യൂണിഫോം ധരിച്ച ഓഫീസർ. മാഡം, കളക്ടർ സാർ സെൻഡ് എസ്കോർട്ട്. റൂട്ട് ചേഞ്ച്. ചന്ദ്ര മടിച്ചു നിന്നു. പക്ഷേ ശിവ തങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ, ചന്ദ്ര പറഞ്ഞു. ഓഫീസർ ഉടൻ ID കാർഡ് കാണിച്ചു. ഒഫീഷ്യൽ സീൽ. മേ ബി സെക്യൂരിറ്റി പ്രോട്ടോകോൾ. സൂര്യ ജീപ്പിൽ കയറി. ജീപ്പ് നീങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞു. ശിവ ഫോൺ നോക്കി. ലൊക്കേഷൻ ട്രാക്കർ സഡൻലി ഓഫ്ലൈൻ. അവന്റെ മുഖം മാറി. രുദ്ര, ചന്ദ്രയുടെ ട്രാക്കർ പോയി. രുദ്രന്റെ ഹൃദയം നിശ്ചലമായി. എസ്കോർട്ട് വെഹിക്കിൾ ചെക്ക്. കൺട്രോൾ റൂം റിപ്ലൈ. സർ, നോ എസ്കോർട്ട് ഡിസ്പാച്ച്ഡ്. ആ നിമിഷം ഭീകരമായ സത്യം അവൻ അറിഞ്ഞു. റിയലൈസേഷൻ. ഡാം ഇറ്റ്, രുദ്ര വിളിച്ചു. കിഡ്നാപ്പ്. ശിവ ഉടൻ കമാൻഡ് നൽകി. ഓൾ യൂണിറ്റ് അലർട്ട്. സിറ്റി ലോക്ക്ഡൌൺ. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ ഉള്ളിൽ ചന്ദ്രയ്ക്ക് എന്തോ സംശയം തോന്നി. വഴി മാറി. ഇത് കോളേജിലേക്കുള്ള റൂട്ടല്ലല്ലോ, അവൾ ചോദിച്ചു. ഡ്രൈവർ ചിരിച്ചു. ഡോറ് ലോക്ക് സൗണ്ട്. അവൾ ഫോണിലേക്ക് നോക്കി. അവളുടെ ഫോണിൽ സിഗ്നൽ ഇല്ല. അവൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. ട്രാപ്പ്. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ മൂടിക്കെട്ടി. അവൾ ശബ്ദം എടുക്കാൻ പോയപ്പോഴേക്കും അതിനു മുമ്പ് അവളുടെ വായ മൂടപ്പെട്ടു. അൺനോൺ ലൊക്കേഷൻ. കണ്ണിലെ കവർ നീക്കുമ്പോൾ
അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ഒരു വലിയ മുറി, മുൻപിൽ ഒരാൾ ഇരിക്കുന്നു. സ്ലോ ക്ലാപ്പ്. ഫൈനലി ചന്ദ്രനാരായണൻ. ആ സ്ത്രീ എഴുന്നേറ്റു. ആത്മവിശ്വാസമുള്ള നടപ്പ്, തണുത്ത പുഞ്ചിരി. ഞാൻ നിന്നെ ഏറെ കാലമായി കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു, പക്ഷെ ഇപ്പോഴാണ് അവസരം കിട്ടിയത്. അത് കേട്ട് സൂര്യ ശ്വാസം പിടിച്ചു നിന്നു. നിങ്ങൾ ആരാണ്? അവൾ ചോദിച്ചു. ആ സ്ത്രീ അവളുടെ അടുത്തേക്ക് വന്നു. പീപ്പിൾ കോൾ മീ. ഒരു ചെറിയ പോസ്. ആസ്ട്ര ഡയറക്ടർ. അതേസമയം രുദ്രന്റെ കാർ വേഗത്തിൽ പോകുമ്പോൾ അവന്റെ കണ്ണുകളിൽ തീപിടിച്ചു. ഇതിപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെയാണ് കാണാതായിരിക്കുന്നത്, ശിവ പറഞ്ഞു. ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരും, രുദ്ര ഉടൻ മറുപടി പറഞ്ഞു. ആസ്ട്ര ഡയറക്ടർ അനന്യ വർമ്മ നോക്കി. നിന്റെ കുടുംബം എന്റെ വലിയൊരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിരുന്നു. ചന്ദ്രയുടെ കണ്ണുകൾ കോപത്തോടെ നിറഞ്ഞു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പേടിക്കില്ല. അത് കേട്ട് അനന്യ വർമ്മ ചിരിച്ചു. നീ പേടിക്കേണ്ടതില്ല, പക്ഷേ അവൻ പേടിക്കും. സ്ക്രീനിലെ ലൈവ് വീഡിയോയിൽ രുദ്രന്റെ കാറ് നഗരത്തിലെ ട്രാഫിക് കയറി മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. അനന്യ വർമ്മ ഗ്ലാസ് മതിലിനരികിലേക്ക് നിന്നു. അവളുടെ വിരൽ സ്ക്രീനിൽ രുദ്രന്റെ മുഖത്ത് സ്പർശിച്ചു. സീ ഫിയർ, അവൾ മന്ദമായി പറഞ്ഞു. ചന്ദ്രയുടെ കണ്ണുകൾ കോപത്തിൽ കത്തുകയായിരുന്നു. നീ തെറ്റായ ആളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അവൾ പറഞ്ഞു. അത് കേട്ട് അനന്യ ചിരിച്ചു. അല്ല, ഞാൻ ശരിയായ ആളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം അവൻ ഇമോഷണലി പ്രെഡിക്റ്റബിൾ ആണ്. സ്ക്രീനിൽ മറ്റൊരു വീഡിയോ തുറന്നു. ശിവ കൺട്രോൾ റൂമിൽ ഓർഡർ നൽകുന്നു. സിറ്റി ലോക്ക്ഡൌൺ, ചെക്ക് പോയിന്റ്സ്, ഡ്രോൺ സർവീലൻസ്. അനന്യ തലകുലുക്കി. IPS ഓഫീസർ, കളക്ടർ, ഇന്റലിജൻസ്, എല്ലാം പവർ. പക്ഷേ ഒരു വീക്ക്നെസ്, നീ. അതേസമയം രുദ്രന്റെ കാറ് ഒരു ഉപേക്ഷിക്കപ്പെട്ട ഡോക്യാർഡിന് മുന്നിൽ നിർത്തി. GPS സിഗ്നൽ അവസാനമായി ഇവിടെ തന്നെയായിരുന്നു. അവൻ കാറിൽ നിന്നും ഇറങ്ങി. കയ്യിൽ ഗണ്ണ്. കാറ്റിന്റെ ശബ്ദം മാത്രമായിരുന്നു അവിടെ. പെട്ടെന്ന് ലൈറ്റുകൾ ഓണായി. ചുറ്റും ആസ്ട്ര ഏജന്റ്സ്. സ്ലോ ക്ലാപ്പ്. അനന്യയുടെ ശബ്ദം സ്പീക്കർ വഴി മുഴങ്ങി. വെൽക്കം ബാക്ക് ഓഫീസർ രുദ്ര കണ്ണുകൾ ഉയർത്തി. ഷോ യുവർ സെൽഫ്. പിന്നെ കേട്ടത് ഒരു ചിരിയായിരുന്നു. നീ 5 മാസം മുമ്പ് എന്നെ പിടിക്കാൻ വന്നപ്പോൾ പറഞ്ഞതും ഇതേ ഡയലോഗ് തന്നെയായിരുന്നു. രുദ്രന്റെ മുഖം കടുപ്പമായി. ഇപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ല, പോസ് എൻഡ് ചെയ്യാൻ വന്നതാണ്. സഡൻലി ഗൺ ഫയർ. രുദ്ര ലൈറ്റനിങ് സ്പീഡിൽ കവർ എടുത്തു. അവന്റെ മൂവ്മെന്റ് കാൽക്കുലേറ്റഡ്, മിലിറ്ററി പ്രിസിഷൻ. ഒരാൾ വീണു, മറ്റൊരാൾ ഡിസാംഡ്. പക്ഷേ ഇത് ട്രാപ്പായിരുന്നു. അവൻ മുന്നോട്ട് പോകുമ്പോൾ വലിയ സ്ക്രീനിൽ തെളിഞ്ഞു. ചന്ദ്ര ചെയറിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ. രുദ്ര നിശ്ചലമായി. അനന്യയുടെ വോയിസ്. ഫൈറ്റ് ചെയ്യണോ അല്ലെങ്കിൽ സേവ് ചെയ്യണോ? ചന്ദ്ര ശാന്തമായി ചുറ്റും നോക്കി. അവളുടെ കൈകളിൽ റിസ്റ്റിൻ ലൂസനായിരുന്നു. അവൾ അത് ശ്രദ്ധിച്ചു. ഗാർഡ് ഒരാൾ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പതിയെ അയാളോട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന്? നിങ്ങൾ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. നിങ്ങളുടെ ബോസ് ഒരു ക്രിമിനലാണ്. ആ ക്രിമിനലിന് വേണ്ടിയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. അത് കേട്ട് ഗാർഡ് ചിരിച്ചു. ഒരു നിമിഷം ചന്ദ്ര ചെയർ ഓവർ ടൈം ചെയ്തു. ഗാർഡിന് ബാലൻസ് നഷ്ടപ്പെട്ടു. അവൾ റിസ്ട്രിൻ പൊട്ടിച്ചു. ഗൺ പിടിച്ചു. അലാറം മുഴങ്ങി. അവൾ വേഗം ഓടി. കോറിഡോർ മുഴുവനും റെഡ് ലൈറ്റ്. അവൾ ബ്രീത്ത് കൺട്രോൾ ചെയ്ത് ഓടി. പക്ഷേ എക്സിറ്റിന് മുന്നിൽ എത്തിയപ്പോൾ ഡോർ ലോക്ക്. ബിഹൈൻഡ് ഹെയർ അസ്ട്ര ഏജന്റ്സ് ഉണ്ടായിരുന്നു. ചന്ദ്ര കണ്ണുകൾ അടച്ചു. പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തു. ഇന്റർകോം എടുത്തു. രുദ്ര ലിസൺ കെയർഫുള്ളി. സിഗ്നൽ ഹൈജാക്ക് ചെയ്ത് അവൾ സംസാരിക്കാൻ തുടങ്ങി. ചന്ദ്രയുടെ മുഖം. രുദ്ര ഇവിടെ വരരുത്. നോ ചന്ദ്ര. രുദ്ര ഷൗട്ട് ചെയ്തു. നീ വന്നാൽ അവർ ജയിക്കും, അവൾ പറഞ്ഞു. രുദ്രന്റെ ശബ്ദം മൃദുവായി. ഞാൻ നിന്നെ വിട്ടു പോകില്ല, അവൻ പറഞ്ഞു. അത് കേട്ട് ചന്ദ്രയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഡേഞ്ചറസ് ഡിസിഷൻ എടുക്കുന്നത്. അവൾ പിന്നിലേക്ക് നോക്കി. പോലുള്ള ഒരു മിഷണറി. ഇത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്നതായിരിക്കും, അവൾ പറഞ്ഞു. അത് കേട്ട് രുദ്രന്റെ ഹൃദയം നിശ്ചലമായി. ഡോണ്ട്. ഇത് അവരുടെ പ്രധാന ഡാറ്റ ഹബ്ബാണ്, ചന്ദ്ര പറഞ്ഞു. ഞാനിത് നശിപ്പിക്കുകയാണെങ്കിൽ ആസ്ട്ര നെറ്റ്വർക്ക് പകുതിയോളം ഇരുട്ടിലാകും, അവൾ പറഞ്ഞു. അത് കേട്ട് രുദ്ര ശ്വാസം എടുത്തു. പിന്നെ അവൻ പറഞ്ഞു,
അത് നമ്മൾ ഒരുമിച്ച് ചെയ്യും. അതേസമയം ശിവയുടെ ഫ്ലാറ്റിൽ ഗായത്രി ദേവി ഒറ്റയ്ക്കിരുന്നു. മേശപ്പുറത്തുള്ള ഒരു പഴയ ഫയൽ എടുത്തു. അതിൽ മീരയുടെ ഫോട്ടോ, നാരായണൻ, മിക. അത് കണ്ട് അങ്ങോട്ട് വന്ന സാൻവി പതുക്കെ പറഞ്ഞു, മുത്തശ്ശി, നിങ്ങൾ എന്തോ മറയ്ക്കുന്നുണ്ട് അല്ലേ? അവൾ അവരുടെ മനസ്സറിയാൻ പോലെ ചോദിച്ചു. ഗായത്രി കണ്ണുകൾ അടച്ചു. ഇനിയൊന്നും മറയ്ക്കാൻ എനിക്ക് സമയമില്ല, അവർ പറഞ്ഞു. ആസ്ട്ര പ്രൊജക്ട്, അത് ക്രിമിനൽ സംഘടന മാത്രമല്ല. അവർ പറഞ്ഞതും അത് കേട്ട് റിയയും സാൻവിയും കൂടെയിരുന്ന സൂര്യയും ഞെട്ടി പരസ്പരം നോക്കി. അതൊരു സർക്കാർ അനുവദിച്ച മനഃശാസ്ത്ര പരീക്ഷണമായിരുന്നു. അത് കേട്ട് ശിവയും അങ്ങോട്ടെത്തി. എന്ത്? ശിവ ആകാംക്ഷയോടെ ചോദിച്ചു. ഗായത്രി ശാന്തമായി പറഞ്ഞു, നാരായണൻ അതിന്റെ സ്ഥാപകനല്ല, അവൻ വിസിൽ ബ്ലോവർ ആയിരുന്നു. അത് കേട്ട് അവിടെ ആകെ നിശബ്ദമായി. സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് അവനെ കൊല്ലിച്ചത്. സൂര്യ ഞെട്ടി. അപ്പോൾ ഞങ്ങളുടെ അമ്മ മീര? സൂര്യ ചോദിച്ചു. ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. മീര എക്സ്പെരിമെന്റ് സബ്ജക്റ്റ് ആയിരുന്നു. ഷോക്ക്. ഞങ്ങൾ അവളെ വളർത്തിയത് കരുണ കൊണ്ടല്ല, പോസ് അവളെ രക്ഷിക്കാൻ. മനസ്സിലായില്ല? ശിവ ചോദിച്ചു. ആസ്ട്ര ഡയറക്ടർ അനന്യ വർമ്മ. ഗായത്രി തല ഉയർത്തി. അവൾ ഈ എക്സ്പെരിമെന്റിന്റെ ഫസ്റ്റ് സക്സസ്. റൂം മുഴുവൻ നിശ്ചലമായി. ഇതേ സമയം ഡോക്യാർഡിൽ രുദ്രന്റെ കണ്ണുകൾ ഓടി നടന്നു. ഫോൺ കോൾ വഴി ശിവയുടെ ശബ്ദം, രുദ്ര, എല്ലാം മാറി. ആസ്ട്ര നമ്മൾ വിചാരിച്ചതിലും വലുതാണ്. അത് കേട്ട് രുദ്ര പതിയെ പറഞ്ഞു, ഗുഡ്. ഗൺ റീലോഡ് ചെയ്തു. പെട്ടെന്ന് ആസ്ട്ര ഡയറക്ടർ അനന്യ വർമ്മയുടെ ചിരിക്കുന്ന ശബ്ദം കേട്ടു. കൗണ്ട് ഡൗൺ 2:14. ഫെസിലിറ്റി മുഴുവൻ അലാം ശബ്ദം. ചന്ദ്ര കൺട്രോൾ പാനൽ മുന്നിൽ നിന്നു. കൈ ചെറുതായി ഒന്ന് വിറച്ചു, പക്ഷെ കണ്ണുകളിൽ ഉറപ്പുണ്ടായിരുന്നു. സിസ്റ്റം ഓവർലോഡ് ആരംഭിച്ചു. ചുവന്ന ലൈറ്റുകൾ മിന്നുന്നു. അതേസമയം രുദ്ര അണ്ടർഗ്രൗണ്ട് എൻട്രൻസ് പൊട്ടിച്ച് അകത്തേക്ക് കയറി. വെടിയൊച്ച, പുക, ഏജന്റുമാർ വീഴുന്നു. കോംസ് ക്രാക്ക് ചെയ്തു. ചന്ദ്ര, ലൊക്കേഷൻ പറയൂ, രുദ്ര പറഞ്ഞു. ലെവൽ 3 റിയാക്ട് വിങ്, അവൾ പറഞ്ഞു. സീലിംഗ് കഷ്ണങ്ങൾ വീഴാൻ തുടങ്ങി. രുദ്ര ഓടി. അവൻ കോറിഡോർ തിരഞ്ഞ നിമിഷം ചന്ദ്ര മുന്നിൽ. രണ്ടുപേരും നിശ്ചലമായി. ഒരു സെക്കൻഡ്. യുദ്ധം, ദേഷ്യം, ഭയം എല്ലാം നിശബ്ദമായി. രുദ്ര അവളുടെ അടുത്തെത്തി. അവളുടെ മുഖം അവൻ പിടിച്ചു. നീ ഒറ്റയ്ക്ക് ഹീറോ ആകാൻ ശ്രമിക്കേണ്ട, അവൻ പറഞ്ഞതും ചന്ദ്രയുടെ കണ്ണുകൾ നനഞ്ഞു. നീ വരുമെന്ന് അറിയായിരുന്നു. അനദർ ബ്ലാസ്റ്റ്. കേട്ടതും അവർ പെട്ടെന്ന് റിയാലിറ്റിയിലേക്ക് തിരിച്ചെത്തി. രുദ്ര അവളുടെ കൈ പിടിച്ചു. ലെറ്റ്സ് ഗോ. സ്മോക്ക് നിറഞ്ഞ വഴിയിലൂടെ അവർ പോകുമ്പോൾ ചന്ദ്രയുടെ ശ്വാസം തടസ്സമാകുന്നത് അറിഞ്ഞു. അവൾ നിന്നു. പതിയെ ശ്വാസം നേരെയാക്കാൻ ശ്രമിച്ചു. ശ്വാസം നേരെയായതും അവൾ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. രുദ്ര, ഞാൻ ഭയപ്പെട്ടു. ആദ്യമായാണ് അവൾ അങ്ങനെ പറയുന്നത് എന്ന് അവൻ ശ്രദ്ധിച്ചു. രുദ്ര അതിന് മറുപടി പറഞ്ഞു. ഞാനും. നിന്നെ നഷ്ടപ്പെടുമോ എന്നായിരുന്നു എന്റെ പേടി, അവൻ പറഞ്ഞു. ചന്ദ്ര അവനെ നോക്കി. ആ നിമിഷം വാൾസ് എല്ലാം പൊളിഞ്ഞു പോയതുപോലെ ശബ്ദം കേട്ടതും അവൾ അവനെ ചേർത്ത് പിടിച്ചു. സ്ഫോടന ഷേക്ക്, വേവ് പിന്നിൽ. രണ്ടുപേരും ഓടി പുറത്തേക്ക് ചാടി. ഫെസിലിറ്റിക്ക് പിന്നിൽ തീപിടിച്ച് പൊട്ടിത്തെറിച്ചു. ആസ്ട്രയുടെ പ്രധാന കേന്ദ്രം അങ്ങനെ അവസാനിച്ചു. മൈൻഡ് കൺട്രോൾ ട്വിസ്റ്റ്. ആസ്ട്രയുടെ യഥാർത്ഥ ലക്ഷ്യം പോലീസ് ചോദ്യം ചെയ്യൽ മുറിയിൽ. അനന്യ വർമ്മ ഒടുവിൽ അറസ്റ്റിലായി. ശാന്തമായ പുഞ്ചിരി ഇപ്പോഴും അവളുടെ മുഖത്ത് ഉണ്ട് എന്ന് അവൻ ശ്രദ്ധിച്ചു. രുദ്ര ഫയൽ മേശയിൽ വെച്ചു. ശാന്തമായി അവരുടെ മുന്നിൽ വന്നു നിന്നു. എന്തുകൊണ്ട് ആസ്ട്ര നിങ്ങൾ തെരഞ്ഞെടുത്തത്? അവൾ ചിരിച്ചു. നിയന്ത്രണം. മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ എനിക്കിഷ്ടമാണ്, അവൾ പറഞ്ഞു. ആ സമയം സ്ക്രീൻ ഓൺ ആയി. ബ്രെയിൻ വേവ് ഡയഗ്രാമുകൾ, സൈക്കോളജിക്കൽ കണ്ടീഷനിങ് ഡാറ്റ. മനുഷ്യരുടെ തീരുമാനങ്ങൾ പ്രവചിക്കാവുന്നതാണ്. ഭയം, ഓർമ്മ, വികാരം, അനുസരണ എല്ലാം ഞാൻ നിയന്ത്രിക്കുന്നതാണ്. അത് കേട്ട് ശിവ ഞെട്ടി. മനസ്സിന്റെ നിയന്ത്രണം? ശിവ ചോദിച്ചു. നിയന്ത്രണമല്ല, അനന്യ പറഞ്ഞു. സ്വാധീനം. അവൾ തുടർന്നു. ഞാനും നാരായണനും മികയും ഒരുമിച്ച് പഠിച്ചവരാണ്, അവർ പറഞ്ഞു തുടങ്ങി. റൂം സൈലന്റായി. അവർ എത്തിക്സ് തിരഞ്ഞെടുത്തു. ഞാൻ എവല്യൂഷൻ. കണ്ണുകളിൽ പഴയ കോപം. എനിക്ക് വേണ്ട റിസോഴ്സസ് അവർ തന്നില്ല, എന്നെ തടഞ്ഞു. അവൾ ഗായത്രി ദേവിയെ നോക്കി. അപ്പോൾ ഞാൻ പോണുണ്ടാക്കി. ഗായത്രി കണ്ണു നിറച്ചു നിന്നു. നീ എന്നെ ഭീഷണിപ്പെടുത്തി, അവർ പറഞ്ഞു. അത് കേട്ട് അനന്യ ചിരിച്ചു.
സൂര്യയും ചന്ദ്രയും ഇല്ലാതാകുമെന്ന് പറഞ്ഞപ്പോൾ നീ തകർന്നു. ട്രൂത്ത് പുറത്തു വന്നു. മീര, അവളുടെ കുട്ടികൾ എല്ലാം ചെയിൻ റിയാക്ഷൻ. നാരായണനും മികയും? രുദ്ര കടുപ്പത്തോടെ ചോദിച്ചു. അവൾ നേരെ നോക്കി. യെസ്, ഐ ഓർഡേഡ് ഇറ്റ്. റൂം മുഴുവൻ നിശ്ചലമായി. അതേസമയം ആതിരയുടെ കേസ് ഫയൽ തുറന്നു. ആതിര ട്രൂത്ത് കണ്ടെത്തത് കൊണ്ട് അവളെ കൊന്നത് അല്ലേ? ശിവ പറഞ്ഞു. അനന്യ വർമ്മ എല്ലാം സമ്മതിച്ചു. ഇനി രക്ഷയില്ല എന്ന് അവർക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് കീഴടങ്ങാതെ നിവർത്തിയില്ല. അവരുടെ ആളുകളും അവരുടെ സാമ്രാജ്യവും നശിപ്പിക്കപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി. റെസ്ക്യൂ ആൻഡ് ക്ലോഷർ. ചന്ദ്ര ഔദ്യോഗികമായി രക്ഷപ്പെടുത്തി. മാധ്യമ തലക്കെട്ട് അസ്ട്ര നെറ്റ്വർക്ക് നശിപ്പിച്ചു. ഗായത്രി ദേവി സൂര്യയുടെയും ചന്ദ്രയുടെയും മുന്നിൽ നിന്നു. കണ്ണുകളിൽ കുറ്റബോധം നിറഞ്ഞു. എന്നോട് ക്ഷമിക്കുമോ നിങ്ങൾ? അവർ ചോദിച്ചതും സൂര്യ മുന്നോട്ട് വന്ന് അവരെ ചേർത്ത് പിടിച്ചു. ഞങ്ങളെ രക്ഷിക്കാൻ തന്നെയല്ലേ നിങ്ങൾ ചെയ്തത്? ചന്ദ്രയും ചേർന്ന് നിന്നു. നിങ്ങൾ ഞങ്ങളുടെ പഴയ മുത്തശ്ശിയാണ്, കുറ്റക്കാരിയല്ല. അവർ രണ്ടുപേരും പറഞ്ഞതും ഗായത്രി കരഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവർ ശാന്തമായി സമാധാനമായി അവരെ ചേർത്ത് പിടിച്ചു. കോടതി വിധി വന്നു. അനന്യ വർമ്മ ജീവപര്യന്തം. അവൾ പോകുമ്പോൾ രുദ്രനോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു. രുദ്ര ശാന്തമായി മറുപടി നൽകി, ഇല്ല, സത്യം ജയിച്ചു. വാതിലടഞ്ഞു. അസ്ട്ര ഔദ്യോഗികമായി അവസാനിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീട്ടുമുറ്റം, മുല്ലപ്പൂവിന്റെ സുഗന്ധം. മീര, ഭർത്താവ്, കുട്ടികൾ, സൂര്യചന്ദ്രയുടെ അച്ഛൻ എല്ലാവരും ഒന്നിച്ചു. ഗായത്രി ദേവി രുദ്രന്റെയും ശിവയുടെയും മാതാപിതാക്കളുടെ മുന്നിൽ നിന്നു. ഞാൻ ചെയ്തത് ഇവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ഗായത്രി രുദ്രന്റെയും ശിവയുടെയും അച്ഛനോടായി പറഞ്ഞു. അത് കേട്ട് രുദ്രന്റെ അമ്മയും അച്ഛനും ചിരിച്ചു. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ഞങ്ങൾക്ക് നിങ്ങളോട് പിണക്കമോ ദേഷ്യമോ ഒന്നുമില്ല, അവർ പറഞ്ഞു. എല്ലാവരിലും നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ഗായത്രി ദേവി താലി കയ്യിൽ പിടിച്ചു. ഇത് ഞാൻ കാത്തിരുന്നതാണ്, മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവർ പറഞ്ഞു. വിവാഹ മണ്ഡപം. സൂര്യ വധുവായി വന്നു. അത് കണ്ട് ശിവയുടെ കണ്ണുകളിൽ സന്തോഷം ആയിരുന്നു. മറ്റൊരു വശത്ത് രുദ്രും ചന്ദ്രയും തമ്മിൽ നോക്കി. ചെറിയൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. മന്ത്രങ്ങൾ മുഴങ്ങി, താലി കെട്ടി, ചെണ്ടമേളം, പൂക്കൾ വീണു. എല്ലാവരും കൈയടിച്ചു. നിറഞ്ഞ സന്തോഷത്തോടെ അവരെ അനുഗ്രഹിച്ചു. വിവാഹത്തിന് ശേഷം 6 മാസം. തിരുവനന്തപുരം. രാവിലെ സൂര്യപ്രകാശം അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ വീണു തുടങ്ങി. സൂര്യ കോഫി മഗ് പിടിച്ചു നിൽക്കുകയായിരുന്നു. ശിവ പിന്നിൽ വന്ന് അവളെ തോളിൽ തല ചായച്ചു. കളക്ടർക്ക് ഓഫീസിൽ പോകണ്ടേ ഇന്ന്? സൂര്യ ചിരിച്ചു. മിസ്റ്റർ IPS ഓഫീസർ വിളിക്കുമ്പോൾ പോകേണ്ടി വരും. ശിവ ചിരിച്ചു. ഇനി അവരുടെ ജീവിതം ഇൻവെസ്റ്റിഗേഷൻ അല്ല, ശാന്തി നിറഞ്ഞത് ആയിരുന്നു. പക്ഷെ അവരുടെ കണ്ണുകളിൽ ഇപ്പോഴും ഒരേ വാഗ്ദാനം, ഡ്യൂട്ടി നെവർ എൻഡ്. മറ്റൊരു നഗരത്തിൽ രുദ്ര ബോക്സിംഗ് ബാഗിൽ അടുക്കിയായിരുന്നു. ചന്ദ്ര ലാപ്ടോപ്പിന് മുന്നിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് നോക്കി. റിലാക്സ് ചെയ്യാൻ പഠിക്കണം, ചന്ദ്ര പറഞ്ഞു. അത് കേട്ട് രുദ്ര ചിരിച്ചു. കുറ്റകൃത്യങ്ങൾ കുറയുമ്പോൾ ഞാൻ റിലാക്സ് ആകാം, അവൻ പറഞ്ഞതും അവൾ തല കുലുക്കി. പിന്നീട് മൃദുവായി ചോദിച്ചു, രുദ്ര, നോർമൽ ലൈഫ് ട്രൈ ചെയ്യുമോ നമ്മള്? രുദ്ര ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നെ അവളുടെ അടുത്തേക്ക് നടന്നു. നീ ഉണ്ടെങ്കിൽ അത് ഓൾറെഡി നോർമലാണ്. അത് കേട്ട് ചന്ദ്രയുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവരുടെ പ്രണയവും ഇൻവെസ്റ്റിഗേഷനും എല്ലാമായി അവരും മുന്നോട്ട് ജീവിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഓക്കെയായി വരുന്നു. അപ്പോൾ സൂര്യചന്ദ്ര എന്ന നമ്മുടെ ഈ സ്റ്റോറി അവസാനിച്ചു. നാളെ മുതൽ കാശിനാഥൻ്റെയും ഭദ്രയുടെയും പുതിയ സ്റ്റോറിയുമായിട്ട് ഞാൻ വരും. തുടർച്ചയായിട്ട് ഉണ്ടാകും ആ സ്റ്റോറി. ഇനി ഈ ചാനലിൽ ആക്റ്റീവായിട്ട് സ്റ്റോറികളെല്ലാം ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.